ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിന്റെ RFDL-ലെ നാഷണൽ സ്റ്റേജ് മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടന്ന മത്സരത്തിൽ ഡെംബോയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ഈ മത്സരത്തിൽ ശക്തമായ ഒരു തിരിച്ചുവരവാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത്. ആദ്യം 2 ഗോളുകൾ വഴങ്ങിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പിറകിൽ പോകുന്നു. പക്ഷെ പിന്നീട് 3 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഡെംബോക്കെതിരെ ഈ മത്സരത്തിൽ വിജയം സ്വന്തമാക്കുകയായിരുന്നു. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 2 ഗോളുകൾ വഴങ്ങേണ്ടി വന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം നടത്തി. ആദ്യം വായ്പൈ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഗോൾ തിരിച്ചടിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ താരമായ തൊക്ചം മാലങ്കൻബ തിളങ്ങിയിട്ടുള്ളത്. 2 ഗോളുകൾ അദ്ദേഹം നേടുകയായിരുന്നു. അങ്ങനെയാണ് ഡെംബോയുടെ റിസർവ് ടീമിനെ 2-നെതിരെ 3 ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഗോകുലം കേരളയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ഈയിടെ സ്വന്തമാക്കിയ യുവതാരമാണ് തൊക്ചം മാലങ്കൻബ. അദ്ദേഹമാണ് ഈ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് തിളങ്ങിയിട്ടുള്ളത്. നേരത്തെ സൗത്ത് യുണൈറ്റഡ് FC-യിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ ഡാനിയൽ മക്കാക്കമ്യു മികച്ച പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന് വേണ്ടി നടത്തിയിട്ടുള്ളത്. ഈ മത്സരത്തിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ താരങ്ങൾ, പുതിയ പ്രതിഭകൾ ഇപ്പോൾ മികച്ച പ്രകടനം നടത്തുന്നു. അത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് അവർ എല്ലാവരും. മാത്രമല്ല, ഈ താരങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റ് എടുത്തു പറയേണ്ടതാണ്. ആദ്യ പകുതിയിൽ 2 ഗോളുകൾക്ക് പിറകിൽ പോയിട്ടും രണ്ടാം പകുതിയിൽ 3 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു പോരാട്ടിയ വീരത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.